അങ്ങനെ ദുആ ചെയ്തു. ആരാ ദുആ ചെയ്തത്? മൂസാ നബി. ആമീൻ പറഞ്ഞത് ഹാറൂൻ നബി. അങ്ങനെ ഒരു ദുആ വർഷത്തിൽ നടക്കൂല, ഏതായാലും നടക്കില്ല. റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു അംബാറൻ വസീനതൻ ഫിൽ ഹയാത്തി ദുനിയാ ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. മൂസാ നബി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ 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 ഇന്നക ആതൈത ഫിർഔന വമലഅഹു. അല്ലാഹുവേ ഫറോവയ്ക്കും മന്ത്രിമാർക്കും നീ എത്രയോ സമ്പത്താണ് വാരിക്കോരി കൊടുത്തത്. അവർക്ക് നീ അധികാരം കൊടുക്കുന്നു, അവർക്ക് നീ സമ്പത്ത് കൊടുക്കുന്നു. അതിന്റെ പേരിൽ അവരെന്നെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവേ ഫറോവെ അവന്റെ സമ്പത്തോടുകൂടി നീ നശിപ്പിച്ച് കളയണേ അല്ലാഹ്. സമാധാനത്തിനു വേണ്ടി ആയിരക്കണക്കിന് ദുആ സമ്മേളനത്തിന് പങ്കെടുത്തിട്ട് എന്താ ദുആ സ്വീകരിക്കാത്തതെന്താ? ഇനി ഞാൻ പോണില്ല എന്ന് കരുതുന്നവരുണ്ട്. സഹോദരങ്ങളെ, ആരാ ദുആ ചെയ്യുന്നതെന്നറിയോ? ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി കടന്നു വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏത് ശരീരത്തിലാണോ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടിയത്, ആകാശവുമായി നേരിട്ട് ബന്ധമുള്ള തുരിസീനാ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് പടച്ചറപ്പുമായിട്ട് നേരിട്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. ആമീൻ പറയുന്നത് ഹാറൂൻ നബിയാണ്. അല്ലാഹു മറുപടി കൊടുത്തു, മൂസ ഞാൻ പറയുന്നതല്ല, ഖസസോദുക, സൂറത്ത് യൂനുസ് ഓതുക. ഖാലഖദ് ഉജീബ ദഅവതകുമാ ഖാലഖദ് ഉജീബ ദഅവതകുമാ. ഓ മൂസ, ഹാറൂൻ നബിയെ, നിങ്ങളുടെ രണ്ടുപേരുടെയും ദുആ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ഫറോവയെ തകർക്കാൻ പോവുകയാണ്. അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ സഹോദരങ്ങളെ, മൂസാ നബി ദുആ ചെയ്തിട്ട് പിറ്റേ ദിവസം ഫിറഔൻ ചത്തില്ല, പിറ്റേ ദിവസവും ഫിറഔൻ ചത്തില്ല, അടുത്ത മാസവും ഫിറഔൻ ചത്തില്ല, അടുത്ത വർഷവും ഫിറഔൻ ചത്തില്ല. മൂസാ നബി ദുആ ചെയ്തിട്ട് വീണ്ടും 40 വർഷം കൂടി ലോകത്ത് ജീവിച്ചു ഫിറഔൻ. 40ാമത്തെ വർഷത്തിലാണ് ഫറോവ ചെങ്കടലിൽ മുക്കിച്ചെത്തു പോയത്. അല്ലാഹു ദുആ ചെയ്താൽ ഉടനെ നാളെ രാവിലെ അനുകൂല തീരുമാനമല്ല. പ്രവാചകന്മാരുടെ കാര്യത്തിൽ പോലും അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്കെന്താ ചെയ്യാൻ കഴിയുന്നത്? അല്ലാഹുവോട് ദുആ ചെയ്യുക, അല്ലാഹുവോട് ദുആ ചെയ്യുക. അല്ലാഹുവേ 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 കബ് സേ കടി ഹൈ അറബ് ഉമ്മീദ് കേ സഹാരെ മേരാ ദിൽ ന ജാനെ മേനെ കിസി തരഹ് സെ പുകാരെ. അല്ലാഹുവേ കബ് സേ കടി ഹൈ അറബ്, എത്ര നാൾ കൊണ്ട് നിന്റെ മുമ്പിൽ ഒരു യാചകരെ പോലെ അല്ലാഹുവേ ഞങ്ങൾ തേടുന്നു തമ്പുരാനെ, ഞങ്ങളുടെ മഅ്ദിനി ഉസ്താദിനു വേണ്ടി. അല്ലാഹുവേ ഇനി ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കിനി അറിയില്ല കിസി തറഹ് സെ പുകാരെ, എവിടെയാണ് ഇനി മുട്ടേണ്ടതെന്ന്, ആരോടാണ് പറയേണ്ടതെന്ന് പരമോന്നത കോടതി പോലും ധരിച്ചു നിൽക്കുമ്പോ ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവേ നമ്മുടെ മാനസിക അവസ്ഥ ഇതാണ്. കിസി തറഹ് സെ പുകാരെ, ഇനി എവിടെയാണ് പറയേണ്ടത്? ഏത് വാതിലാണ് മുട്ടേണ്ടത്? അവിടെ നമുക്കറിയാം, മേരാദിൽ അബീലാസിം ജാത്താകെ തേരി റഹ്മക്കാന. എന്റെ മനസ്സിന് നന്നായിട്ടറിയാം, ഇപ്പോൾ വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, തേരി റഹ്മക്കാന, നിന്റെ കരുണയുടെ ഭക്ഷണം, നിന്റെ കരുണ, നിന്റെ കരുണ. ആ കരുണ വിശാലമാണല്ലോ അല്ലാഹുവേ. ആ കരുണയിൽ നിന്ന് ഞങ്ങൾ നിരാശരായിട്ടില്ല അല്ലാഹുവേ. ഇബ്ലീസിന് പോലും കരുണ കൊടുത്ത തമ്പുരാനെ, ഇബ്ലീസിന് പോലും അല്ലാഹു കരുണ കാണിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ കാരുണ്യം എന്താണ്? ശൈത്താനോട് പോലും അല്ലാഹു കാരുണ്യം കാണിച്ചിട്ടില്ലേ? ശൈത്താൻ പറഞ്ഞു അല്ലാഹുവിനോട്, അല്ലാഹുവേ നിന്റെ മനുഷ്യര് ഭൂമിയിൽ വന്നാൽ ലാ തൂദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിക്കും അല്ലാഹുവേ. അല്ലാഹു പറഞ്ഞു നീ പിഴപ്പിച്ചോ. അപ്പോഴാണ് പിശാചിന് സന്ദേഹം, അല്ലാഹുവേ അതിനു മുമ്പ് നീ എന്റെ റൂഹിനെ പിടിച്ചാലോ, ലോകാവസാനം വരെ അവരെ പിഴപ്പിക്കാൻ എനിക്ക് കഴിയാതിരുന്നാലോ? അതുകൊണ്ട് അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ എന്റെ ആയുസ്സിനെ നീ നീട്ടി തന്നാൽ അല്ലാഹുവേ എത്രയോ നല്ലതായിരുന്നെന്ന് പറഞ്ഞപ്പോ അല്ലാഹു പിശാചിനോട് പറഞ്ഞതെന്താ? കാലവിഹം, നീ പോയിക്കോ, ഖിയാമത്ത് നാൾ വരെ നിനക്ക് ആയുസ് തന്നു.
ശൈത്താനോട് വല്ല കരുണ കാണിച്ചു, നീ എന്റെ മക്കളെ പഠിപ്പിക്കാതെ പോയി പഠിപ്പിച്ചു, നിന്റെ റൂഹ് ഞാൻ പിടിക്കൂല. അള്ളാഹുടെ കരുണ അത്രയ്ക്ക് വിശാലമാണ്. അള്ളാഹു കരുണ നമുക്ക് തരട്ടെ. അള്ളാഹു കരുണ മഅ്ദനി ഉസ്താദിനും കൊടുക്കട്ടെ. അള്ളാഹു ജയിൽ മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ആമീൻ പറയലും മാത്രമാണോ നമ്മുടെ കടമ? ആമീൻ പറയൽ മാത്രമാണോ നമ്മുടെ കടമ? മഅ്ദനിയെ സ്നേഹിക്കുന്ന മഅ്ദനി ഉസ്താദിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ അന്ന് ഏതാണ്ട് ഈ അൻവാർ ശരീഫ് ദിവസങ്ങളോളം നോമ്പായിരുന്നു. എല്ലാവരും നോമ്പല്ലാതിരുന്നിട്ട് നോമ്പ് പിടിച്ച, പിരിഞ്ഞു പോകാനൊരു വൈമനസ്യം പോലെ, തങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ച മൺകരാത് പോലെ. അതൊരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ഒരു വല്ലാത്ത വികാരം മനസ്സിൽ സൂക്ഷിച്ച് മഅ്ദനി ഉസ്താദിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വിങ്ങിപ്പൊട്ടി ഈ മതിലിന്റെ വെളിഭാഗത്ത് കാത്തുനിന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അവർ തീവ്രവാദികളല്ല. അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആളുകളായിരുന്നില്ല. ആയിരക്കണക്കിന് വാക്കുകൾ കേട്ട് മനസ്സിൽ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായി കണ്ടുവിടുന്ന കുറെ സ്നേഹിതരായിരുന്നു. പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നില്ല. ആ ഒരു സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ മഅ്ദനി ഉസ്താദ് ജയിലിലാണ്. നമുക്ക് ചെയ്യേണ്ട ഒരൊറ്റ ധർമ്മമുണ്ട്. ആ ധർമ്മം പറഞ്ഞ് ഉസ്താദിനെ വിട്ടുകൊടുത്ത് ഞാൻ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് മഅ്ദനിയും ഖുർആനും ഇവിടെ പൂർണ്ണമാകും. യഥാർത്ഥത്തിൽ ഇതേ അവസ്ഥയാണ് മഅ്ദനിക്കുണ്ടായത്. മൂസാ നബി ഇത് പറഞ്ഞപ്പോൾ ഫിർഔൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മൂസയെ നമുക്ക് കൊല്ലാം. എന്ത് ചെയ്യാം? മൂസേ وقال فرعون ذروني أقتل موسى وليدع ربه. ഫറോവ രാജസിംഹാസനം വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ദറൂനി അഖ്തുലു മൂസ, ആ മൂസയുടെ തല വെട്ടുക, ആ മൂസയുടെ തല വെട്ടുക. ആ സന്ദർഭത്തിൽ ഖുർആൻ പറയുന്നൊരു ദൗത്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കതിന് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ആ ദൗത്യം പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്? ഞാൻ തയ്യാറാണ്. ഇത് അല്ലാഹ് ആവശ്യപ്പെടുന്നതാണ്. മഅ്ദനി ഉസ്താദിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ ദൗത്യം ഞാൻ പറഞ്ഞു തരാം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന സൂപ്പർവൈസർമാരൊന്നുമല്ല, എന്നെക്കാളും വലിയ പണ്ഡിതന്മാരാണ് ഇരിക്കുന്നത്. ഞാനിവിടെ വരാൻ ഈ അൻവാർ ശരീഫ് വലിയ സ്ഥാപനമാണ്. ലോക പ്രശസ്തമായ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ പോലും ഈ അൻവാർ ശരീഫിൽ നിന്ന് ഫാരിഗികളായ വിദ്യാർത്ഥികളുണ്ട്. കേരളത്തിലെ ഒരു കലാലയത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്തത് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നത് അൻവാർ ശരീഫിയുടെ ഗുണമാണ്. പക്ഷെ ഈ ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ അത് ആരൊക്കെയോ വിസ്മരിച്ചു പോയി, അല്ലെങ്കിൽ ആ ശബ്ദം ഉയർന്നു കേട്ടില്ല എന്നതാണ്. ഞാനിവിടെ എത്താൻ തന്നെ ഒരു കാരണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ അടുത്ത സമയത്ത് എനിക്ക് തിരക്ക് കൂടുതലാണ്. പക്ഷേ എൻ്റെ മഹലിലെ ഇമാം അൻവാർ ശരീഫ് ഫാരിഗ അബ്ദുൽ മജീദ് അമാനി ഉദവിയാണ്. എൻ്റെ മഹലിലെ ഇമാം മഅ്ദനി ഉസ്താദിന്റെ ശിഷ്യനാണ്. ആ ഒരു ബന്ധം കാരാളികോണം അബ്ദുൽ മജീദ് അമാനി അദ്ദേഹമുണ്ട്. അദ്ദേഹം MA.MPhil ദുനിയാവും ആഖിറവും ഒന്നിച്ചെടുത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു. അതൊക്കെ ഇതിന്റെ അജണ്ടയുടെ പുറകിലുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഫിർഔൻ ആദ്യം മൂസയെ വിളിച്ചത് അള്ളാനെ കൊല്ലാനാണ് പോയത്. അതുകൊണ്ടാണ് അൻവാർ ശരീഫ് ആദ്യം ഉണ്ടായത്. ആദ്യം മഅ്ദനി ഉസ്താദിനെ വിളിച്ചത് അൻവാർ ശരീഫാണ് വിളിച്ചത്. ഫിർഔൻ ചെയ്തതെല്ലാം അഭിനവകാല ഫറോവമാർ അപ്പടി ആവർത്തിക്കപ്പെടുന്നു. അതാണ് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൻവാർ ശരീഫ് അത്രയും വലിയ മഹത്തായ ഒരു സ്ഥാപനമാണ്. എത്രയോ ആളുകൾ, വക്കീൽമാരുണ്ട്, അഡ്വക്കേറ്റുമാരുണ്ട്. അഡ്വക്കേറ്റ് സിറാജ്, മഅ്ദനിയുടെ കേസിൽ ബാധിക്കുന്ന സിറാജ് കാഞ്ഞിരം, അല്ലെ, അഡ്വക്കേറ്റ് സിറാജ് കാഞ്ഞിരമറ്റം. ഇതൊന്നും ഇവരെന്നെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിച്ചതല്ല. ഞാൻ ഒരാൾ പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആളുമാണ്. എനിക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലുണ്ട്. അല്ലാഹു മാറ്റി തന്നെ. മറ്റൊരാൾ എന്തായാലും ഇങ്ങോട്ടോ ഞാൻ തിരിച്ചങ്ങോട്ടോ, അങ്ങനെ ഒരു ചെറിയൊരു ദുസ്വഭാവം എനിക്കുണ്ട്. ഇതാരും പറയുന്നതല്ല, വെളിയിൽ നിന്ന് നോക്കുന്ന ഒരു നിഷ്പക്ഷമതിയുടെ പക്ഷപാതിത്വമില്ല, അമിതത്വമില്ല, അതിമിതത്വവുമില്ല. അമിതത്വമില്ല, അതിമിതത്വമില്ല. പക്ഷെ ഉള്ളത് വിളിച്ചു പറയാൻ ഒരു മടിയുമില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറയും, അഡ്വക്കേറ്റ് സിറാജ് കാഞ്ഞിരമറ്റം വക്കീൽമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ പോലും ഈ ഒരു സ്ഥാപനത്തിന്റെ മൊത്തത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അഭിമാനകരമാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ആ ഒരു വ്യത്യാസം, സാധാരണ പണ്ഡിതന്മാരെന്നുള്ള ഒരു വ്യത്യാസം ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുന്നില്ല. യഹുസ് ഖുറാബല വജിഹിൽ മുദ്ദാഹിൻ, അമിത പ്രശംസ നടന്നവരുടെ മുകളിൽ മണൽ വാരിയെറിയണമെന്നാണ്. അബ്ദുൽ മജീദ് അമാനി എൻ്റെ മഹലിലെ, ഞാനവിടെ 6 വർഷം ഇമാമായിരുന്ന ആളാണ്. അവിടെയാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്, കാരാളികോണം. അവിടെ ഇമാമാണ്. അദ്ദേഹം ആ മഹലിലെത്തിയതിനു ശേഷമുള്ള മഹലിന്റെ മാറ്റം വല്ലാത്തൊരു മാറ്റമാണ്. ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിക്കുകയാണ്. ഞാൻ അവിടെ വെച്ച് പറഞ്ഞതാണ് ഒരു മാറ്റം. അവിടുത്തെ യുവാക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന്, സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഒരിക്കലും പള്ളിയിൽ കയറില്ല എന്ന് വിചാരിച്ചവരെ പോലും ചുരുങ്ങിയ മാസം കൊണ്ട്, ഒരു 6 മാസമായിട്ടുണ്ടോ, 6 മാസമായിട്ടുണ്ടോ അല്ലേ, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കിട്ടിയിട്ടുണ്ടാവും. കാരണം എനിക്കറിഞ്ഞൂടെ. 6 മാസമായി അവിടെ വന്നിട്ട്. 6 മാസം കൊണ്ട് ആ മഹലിൽ ഞാൻ 6 വർഷം ഇരുന്നിട്ട് നടക്കാത്തത് കൊണ്ട് നടത്താൻ എത്രയോ ചെറുപ്പക്കാർ.
ഇന്നലെ ഞങ്ങളവിടെ ഒരു ഓഡിറ്റോറിയത്തിന്റെ 1 കോടി രൂപ നിലവിച്ച് ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം റഷീദ് നിശാബ് നിർവഹിച്ചു. അതിന്റെ സമാന പ്രസംഗത്തിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ നാട് മുഴുവൻ ഒരു ഉത്സവ ലഹരിയിലാണ്. അദ്ദേഹത്തെ കൊണ്ട് അത് സാധിപ്പിച്ചു എന്നത് മഅ്ദനി ഉസ്താദിന്റെ ശിക്ഷണത്തിന്റെ ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ഒരു ബറക്കത്താണ്. അത് അനുഭവിക്കുന്നുണ്ട് നാം. അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ആ ഒരു ബന്ധം ഉസ്താദ് അൻവാസിയുടെ പിന്നെ ചേലക്കൽ ഉസ്താദ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം വിളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെയാണ് ഞാൻ പ്രസംഗിക്കേണ്ടിരുന്നത്. എൻ്റെ മഹലിൽ ഒരു പരിപാടിയുടെ ഇന്നത്തേക്ക് മാറ്റിയെന്ന് മാത്രമാണ്. അതുകൊണ്ട് ആ സ്നേഹം അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്നത് മുത്താണ്, അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. പക്ഷെ മഅ്ദനി എന്ന് പറയുന്ന ഒരു തീവ്രവാദ സിംബലിന്റെ മുമ്പിൽ നമ്മൾ ഇതൊക്കെ അറിയാതെ പോവുകയാണ്. അങ്ങനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. അന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ തീവണ്ടിക്ക് അകത്ത് യാത്ര ചെയ്യുന്നവൻ അറിയില്ല തീവണ്ടിയുടെ വലിപ്പം. ഇതിന് വലിയ ചക്രമുണ്ടെന്നും ഇതിന് ഇത്രയും നീളമുണ്ടെന്നും അവൻ അറിയില്ല. അവൻ ആകെ അറിയുന്ന അവരുടെ കമ്പാർട്ട്മെന്റ് മാത്രമാണ്. യഥാർത്ഥത്തിൽ അതാണ് അൻവാർ ശരിയുടെ മുമ്പിൽ നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാപനത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം വരെ നിലനിർത്തി തരുമാറാണ്. അങ്ങനെ കുറെ ബന്ധങ്ങൾ എനിക്ക് അൻവാർ ശരിയുമായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഉസ്താദ് ഞാനും ഒരേ ഉസ്താദ് ശിഷ്യന്മാരാണ്. ഷെയ്ഖുന കോയ ഉസ്താദ് അവர்கள் അള്ളാഹു ആരോഗ്യത്തിലുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ രണ്ടുപേരും ബാക്കിയാത്തിലെ സഹപാഠികളാണ്. അപ്പോ ഈ ഒരുമിച്ച് കൂടൽ യാഥാർത്ഥ്യമാകണം. അള്ളാഹുവിന്റെ ഖുർആൻ ഇപ്പോൾ മഅ്ദനിയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം, പക്ഷെ ചെയ്യാവോ? ഉറക്കെ പറയും ഇൻഷാ അല്ലാഹ്. 2 സൈസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഖുർആൻ എനിക്കൊരു ഇഷ്ടപ്പെട്ട വിഷയമാണ് ഖുർആൻ. ഒന്ന് ഇൻഷാ അല്ലാഹ് ഇസ്രായേലി ബനു ഇസ്രായേൽ പറഞ്ഞ ഇൻഷാ അല്ലാഹ്. മൂസാ നബി ചോദിച്ചു ചുമന്ന പശുവിനെ കൊണ്ടുവരാൻ. അപ്പൊ ബനു ഇസ്രായേൽ പറഞ്ഞു സൂറത്തുൽ ബഖറ ഇന്നാ ഇൻഷാ അല്ലാഹുവിന്റെ മുഖത്തത് നോക്കട്ടെ, കിട്ടിയ കൊണ്ടുവരാം. നോക്കട്ടെ, നടന്നൊക്കെ നോക്കിയിട്ട് എവിടെയും കിട്ടിയ പിന്നെ ഇൻഷാ അല്ലാഹ് മുഖത്തും കൊണ്ടുവന്നല്ലോ. നോക്കട്ടെ ഉസ്താദെ പറ്റിയ അത് ഇൻഷാ അല്ലാഹ് ഇസ്രായേലി. വേറൊരു ഇൻഷാ അല്ലാഹ് ഉണ്ട്, ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ നബി പറഞ്ഞു ഇൻഷാ അല്ലാഹ്. വാപ്പ മലത്തിൽ കിടത്തിയിട്ട് കത്തി കഴുത്തിൽ വെച്ചിട്ട് മോനെ അറുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മലന്ന് കിടന്നിട്ട് ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ഉപ്പ ഇൻഷാ അല്ലാഹ് നമ്മൾ 2 പേരും സ്വർഗത്തിലാണ്. അതാ ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ നബി പറഞ്ഞു ഇൻഷാ അല്ലാഹ്. ആ മലന്ന് കിടക്കാൻ കത്തി കഴുത്തിലിരിക്കാൻ ആ സമയത്തും പറയുന്ന ഒരു ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഏതാ പറയണേ? ഇത് പള്ളിയിൽ ആളുകൾ വന്നിട്ട് 40 ജമാഅത്തിൽ വരാൻ പറയും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ വലിയ ഓർമ്മമാരില്ല. അപ്പൊ പിന്നെ ആ വഴിക്ക് വരില്ല. ഇതിന്റെ പൊന്ന സഹോദരങ്ങളെ, ഇപ്പൊ ഏത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞത്? ഇസ്മായിൽ നബിയുടെ ആണല്ലോ. അപ്പൊ എത്ര ഇസ്മായിൽ ഇവിടെ ഉണ്ടെന്ന് ഇപ്പൊ ഇൻഷാ അല്ലാഹ് അറിയാൻ പറ്റും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൂസയെ കൊല്ലാൻ തീരുമാനിച്ചു ഫിർഔൻ, മഅ്ദനിയെ കൊല്ലാൻ തീരുമാനിച്ചു അഭിനവകാല ഫിർഔൻ. യഥാർത്ഥത്തിൽ അതായിരുന്നത്. ഒരു കാല് പോയി നിന്നുള്ളൂ. മഅ്ദനിയും ഖുർആനും അങ്ങനെയല്ലേ? ഫറോ പറഞ്ഞു മൂസയെ കൊല്ലാം. സഹോദരങ്ങളെ തീരുമാനിച്ചു മൂസയെ കൊല്ലാൻ ഫിർഔൻ, മഅ്ദനിയെ കൊല്ലാൻ തീരുമാനിച്ചു അഭിനവകാല ഫറോ. പക്ഷേ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു പോയത് ഒരൊറ്റ കാര്യമാണ്, അവർക്ക് മഅ്ദനി മാപ്പ് കൊടുത്തു എന്നതാണ് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഒരു കാര്യം ഉറപ്പ്, മഅ്ദനി ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നു. ഉമർ മുഖ്താറിന് ശേഷം, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിക്ക് ശേഷം ഇസ്ലാമിക നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ പിൽക്കാലത്ത് ഇന്ന് നാം ഉമർ മുഖ്താറിനെ പഠിക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് പുറകെ വരുന്ന സമൂഹം അബ്ദുൽ നാസിർ മഅ്ദനിയെ പഠിക്കും. തീർച്ച അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. കാരണം ആ മനുഷ്യന്റെ ചങ്കൂറ്റ സമ്മതിച്ചു കൊടുക്കുക, അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ആളാണ്. ആ മനുഷ്യൻ ഒരു കാല് പോയാലും തൂക്കം കുറഞ്ഞാലും ആ റൂമിന്റെ അകത്തിരുന്നിട്ട്, ഹസനാണ് എനിക്ക് വാതിൽ തുറന്നു, ഞാനിവിടെ വിളിക്കാതെ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുള്ള ആളാണ്. അപ്പോ അവിടെ ചെന്നിട്ട് ഞാൻ അകത്തിരുന്ന് സുഫിയാമാദിനെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ തലേദിവസം അവിടെ ഇരുന്നപ്പോൾ ആ സമയത്ത് ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നതിന്റെ മുമ്പിൽ ഞാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു, ഉസ്താദെ ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി കണ്ടു. അപ്പോൾ ഞാൻ ഉസ്താദെ ഭയമുണ്ട്. ആ സമയത്ത് നമ്മളൊക്കെ ആണെങ്കിൽ പൊന്നു സാറിന് ഇപ്പൊ ഇത്രയും നാളും ജയിലിൽ കിടന്നാൽ നമ്മൾ ഷുഗർ വന്നിട്ട് 35 കിലോയെങ്കിലും ഉണ്ട് മാതിരി നമ്മൾ വെറും ഫോട്ടോസ്റ്റാറ്റ് കാണുന്നത്. നമ്മളാണോ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആർക്കാ ധൈര്യം? കാക്കിയിട്ട വേഷത്തിൽ പോസ്റ്റ്മാനെ കണ്ടാൽ തൊപ്പി വിടുന്നവരുണ്ട്.